വാട്ടർ അതോറിറ്റിയുടെ പിഴവ് മൂലം പാലക്കാട് പുതുപ്പള്ളി തെരുവ് സ്വദേശിക്ക് 54 ലക്ഷം രൂപയുടെ ബില്ല് വന്നു. മീറ്റർ റീഡിംഗിൽ വന്ന പിഴവാണ് ഉയർന്ന ബില്ലിന് കാരണം. പിന്നീട് ബിൽ തുക വാട്ടർ അതോറിറ്റി കുറച്ചു നൽകി. ബില്ല് കണ്ട് ഭയന്നുപോയെന്ന് പുതുപ്പള്ളി തെരുവ് സ്വദേശി യാസർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ബില്ല് കണ്ട് കണ്ണ് തള്ളുക എന്ന പ്രയോഗം കേട്ടിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ കണ്ണ് തള്ളിയൊരു കുടുംബമാണ് പാലക്കാട് പുതുപ്പള്ളി തെരുവിലുള്ളത്. അവിടെ ഈ പാലക്കാട് നഗരത്തിലെ ടൗൺ സ്റ്റാൻഡിൽ കച്ചവടം നടത്തുന്ന യാസറാണ് എന്നോടൊപ്പം ഉള്ളത്. ഈ 54 ലക്ഷം രൂപയുടെ ബില്ല് കണ്ട് സത്യത്തിലൊന്ന് പേടിച്ചോ? ഒന്ന് നെട്ടിപ്പോയി. എന്താ പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള അറിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ഓൺലൈനിൽ അടക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഫിഗർ കണ്ടത്. അപ്പോൾ ഒന്ന് രാവിലെ ബില്ല് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇന്ന് മറ്റേ വാട്ടർ അതോറിറ്റി പോയപ്പോൾ അവർ ആ സ്കാനിങ്ങിലെ മിസ്റ്റേക്കാണ്, ആ മെഷീൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ് എനിക്ക് വേവർ ചെയ്തിട്ട് ഇപ്പോൾ 400 സംതിങ് കെട്ടേണ്ടി വന്നു. അത് കഴിഞ്ഞ മാസത്തെ ബില്ല് ബാലൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചേർത്തിട്ട് 400 രൂപ കെട്ടിയിട്ട് നോർമൽ ബില്ലാക്കി തന്നു. അത് കുറച്ച് തന്നിട്ടുണ്ട്. അത് ആ മെഷീനിൽ എന്തോ ഒരു പിഴ സംഭവിച്ചതാണ്. ഇത് കഴിഞ്ഞ മാസം 16 യൂണിറ്റ് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇത് 1,10,000 യൂണിറ്റ് ഉപയോഗിച്ചു. അതെ, ആ റീഡിങ്ങിൽ എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുകയാണ്. അത് സ്കാൻ ചെയ്യുമ്പോൾ ഫോട്ടോ വരുന്നതിൽ മിസ്റ്റേക്ക് വന്നതാണ്. അത് അപ്പോൾ തന്നെ അത് കണ്ട് പഴയ ബില്ല് കണ്ടതിന് ശേഷം ആ എമൗണ്ട് വെച്ചിട്ട് കൈ തന്നു. നിങ്ങളുടെ റീഡിംഗ് മീറ്റർ നോക്കാൻ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ വന്നിരുന്നു? ലേഡി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ റീഡിങ് ചെയ്തു, പക്ഷേ ബില്ല് തരാണ്ടാണ് പോയത്. പിന്നെ അത് ബില്ല് ഇപ്പോൾ കെട്ടാൻ വേണ്ടിയിട്ട് ഓൺലൈനിലാണ് കെട്ടാൻ ശ്രമിക്കുക. ഓൺലൈനിൽ കെട്ടാൻ നോക്കുമ്പോൾ ഫിഗർ വ്യത്യാസം കണ്ടപ്പോൾ അതിനെ ഞാൻ സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്തു ബില്ല്. അതിൻ്റെ ഇന്ന് രാവിലെ മറ്റേ വാട്ടർ അതോറിറ്റി പോയപ്പോൾ ആണ് പറഞ്ഞത് അത് മിസ്റ്റേക്കാണെന്ന് പറഞ്ഞ് അതിന് കഴിച്ച് പഴയ ബില്ലിൻ്റെ റേറ്റിനനുസരിച്ച് കുറച്ച് 400 ചില്ലറയാക്കി തന്നു. സാധാരണ എത്ര വരാറുള്ളത്? അത് 200 സംതിങ്ങിൻ്റെ ഉള്ളിലേ വരുള്ളൂ. അത് 16 യൂണിറ്റ് അല്ല, 100 ചില്ലറ റുപ്യ അങ്ങനെ എന്തോ വരിക. അപ്പോൾ 2-3 മാസം ചേർത്തിട്ട് കെട്ടുക. അപ്പോൾ ഇന്നിപ്പോൾ കെട്ടാൻ വേണ്ടി പോയപ്പോഴാണ് ഈ ബില്ല് ഇങ്ങനെ കണ്ടത്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് 2-3 മാസം കൂടി 400 ചില്ലറ റുപ്യ കെട്ടിയിട്ട് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. വേറെ ആർക്കെങ്കിലും ഇതേപോലെ വന്നതായി അവർ പറഞ്ഞു? ശ്രദ്ധിച്ചിട്ടില്ല, നോക്കിയിട്ടില്ല. ഞാനിത് ഇങ്ങനെ കണ്ടു, അപ്പോൾ നോക്കിയതാണിത്. ഇതിന് മുൻപും പലർക്കും ഈ ലക്ഷങ്ങളൊക്കെ ബില്ല് വന്നിട്ടുണ്ട്, നിങ്ങൾ വാർത്തകൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് കണ്ടപ്പോൾ ശരിക്കും അന്താളിച്ചു. എന്താ പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള അറിയില്ലല്ലോ. 54 ലക്ഷം രൂപ പറഞ്ഞാൽ വലിയൊരു എമൗണ്ടാണ്, യൂസ് ചെയ്യാത്തൊരു സംഭവമല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള അറിയില്ല, അങ്ങനെയാണ് പോയതെന്ന് വാട്ടർ അതോറിറ്റിയിൽ. അപ്പോൾ അത് മിസ്റ്റേക്കാണെന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു തന്നു. എന്തായാലും പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ബില്ലുകൾ ആർക്കെങ്കിലും വരികയാണെങ്കിൽ കൃത്യമായി ഉദ്യോഗസ്ഥരോട് സംസാരിച്ച് അത് പരിഹരിക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് പാലക്കാട് നിന്ന് തെളിയുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.